The poem The Mountain and the Squirrel. The author Ralph Waldo Emerson was an American philosopher, essayist, and poet. He was born and brought up in Boston. He was a social critic and a champion of individualism. His main works are Self-Reliance, The Oversong, The May Day, and so on. He wrote a lot about the relationship between man and nature. നമ്മുടെ ഓൾറെഡി പുസ്തകത്തിലുണ്ട് കേട്ടോ. നമ്മുടെ പുസ്തകത്തിൽ ഓതറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാനിങ്ങോട്ട് എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ. പുസ്തകത്തിലുള്ളതാണ്, പേജ് 76. അദ്ദേഹം അമേരിക്കൻ എഴുത്തുകാരൻ മാത്രമല്ല, ഫിലോസഫർ, തത്വചിന്തകനും. എസ്സേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഖനങ്ങളൊക്കെ എഴുതുന്ന ആളല്ലേ. പിന്നെ പോയറ്റും കൂടെയാണ്. പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ബോസ്റ്റൺ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിയ കാര്യങ്ങൾ കേട്ടോ. പോയം, പുസ്തകം, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ. സെൽഫ് റിലയൻസ്, ദ ഓവർസോൺ, ദ May Day, എക്സെട്ര. സോൺ എന്ന് പറഞ്ഞാൽ എക്സെട്ര. The poem The Mountain and the Squirrel conveys the idea that every phenomenon on the earth is equally important. Nothing is superior or inferior to the other. Every creature in the world, big or small, has got some significance. What is telling here? അതായത് ഈ നമ്മുടെ ഭൂമിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുല്യതയുണ്ട്. ആ ഒരു ഐഡിയയാണ് ഈ പോയത്തിൽ പരാമർശിക്കുന്നത്. ഒന്നും മറ്റൊന്നിന് മേലെയോ താഴെയോ അല്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ട്സ് ദ പോയം അബൌട്ട്? The poem is about the equal importance of every being on earth. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും തുല്യ പങ്കാളിത്തം, തുല്യ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ പോയം പറയുന്നത്. Who are the characters in the poem? Mountain and Squirrel. Why did they quarrel? Quarrel because the mountain feels that it is more important. Question: What does Bun refer to in this poem? ഇതിനകത്ത് ബൺ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Okay, let's see the summary. One day the mountain and the squirrel have a quarrel. The huge mountain calls the tiny squirrel a little prick. The squirrel, whose name is Bun, replies that while it is not as big as the mountain is not even half as energetic as the squirrel. To make up a year and a sphere, all sorts of things and weather must be taken into consideration. What is saying here? സമ്മറിയാണ് പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ എൻ്റെ സമ്മറി പറഞ്ഞിരിക്കുകയാണ് പോയത്തിൻ്റെ കേട്ടോ. ഒരു ദിവസം മൗണ്ടനും സ്ക്വിറലും തമ്മിൽ ഒരു വഴക്കുണ്ടായി. ഭീമാകാരനായ മല ഈ കൊച്ച് അണ്ണാനെ വിളിക്കുന്ന എന്താണ്? ലിറ്റിൽ പ്രിക്ക്. എടാ കുഞ്ഞഹങ്കാരി. പ്രിക്ക് എന്ന് പറഞ്ഞ അഹങ്കാരി. അപ്പോൾ ബൺ എന്ന പേരുള്ള ഈ സ്ക്വിറല് മറുപടി പറയാണ്, മൗണ്ടനെ പോലെ, മലയെ പോലെ ഞാൻ അത്ര വലുതൊന്നുമല്ല. പക്ഷേ സ്ക്വിറലിൻ്റെ പകുതി പോലും ഊർജം, എനർജി മൗണ്ടനില്ല. എൻ്റെ അർത്ഥം എന്താണ്? മൗണ്ടൻ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമോ? ഇല്ല അല്ലേ. മൗണ്ടൻ സ്റ്റാറ്റിക് ആയിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. സ്ക്വിറല് പറയാം, കമ്പാരിറ്റീവ് ആണ്. To make up a year and a sphere, all sorts of things and weather must be taken into consideration. അതായത് നമുക്കറിയാം, ഒരു വർഷം റിവോൾവ് ചെയ്ത് വരും അല്ലേ. എത്ര കാലാവസ്ഥകൾ കടന്നാണ് ഒരു വർഷം പൂർത്തിയാകുന്നത് അല്ലേ. സീസൺസ് കടന്നു പോകുന്നു. അതുപോലെ ഭൂമിയിലെ സ്ഫിയർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന എർത്ത് എന്നാണ് കേട്ടോ, എയർ, ഭൂമി. അപ്പം ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഒന്നു ചേർന്ന ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെതർ. ഇങ്ങനെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കും, ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യവും അതിനകത്ത് പരിഗണിക്കണം. So it is no disgrace to occupy his place in the mountain. The squirrel is thankful to the other that the mountain allows him to make a squirrel track or path on it. The talents of both the mountain and the squirrel differ greatly. The squirrel cannot carry the forest on its back. Then the mountain cannot crack a tiny. അപ്പോൾ
എന്താണ് തൊട്ടു മുമ്പ് പറഞ്ഞ എന്താണ്? ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പരിഗണിച്ചെങ്കിലേ ഒരു വർഷം അല്ലേ, ഒരു വർഷം പൂർത്തിയാവുള്ളൂ റിവോൾവ് ചെയ്തിറങ്ങി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എൻ്റേതായ ഒരു സ്ഥലം, എൻ്റെ സ്ഥലം ഈ മൗണ്ടനിൽ, ഈ മലമുകളിൽ എൻ്റേതായ ഒരു കുറച്ച് സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നതിൽ, സ്വന്തമാക്കുന്നതിൽ അതൊരു ഡിസ്ഗ്രേസ് അല്ല, അതിനകത്തൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ലെന്ന് സ്ക്വിറൽ പറയാണ്. പക്ഷെ തുടർന്ന് സ്ക്വിറൽ നന്ദിപൂർവ്വം പറയുവാണ്, അവിടെ ഒരു സ്ക്വിറൽ ട്രാക്ക് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എവിടെ? മൗണ്ടൻ്റെ മുകളിൽ കൂടെ സ്ഥിരമായിട്ട് ഈ അണ്ണാൻകുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടി നടക്കുന്ന ഒരു വഴിയുണ്ട്. അതിനെയാണ് ഈ സ്ക്വിറൽ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നന്ദി പറയുവാണ് സ്ക്വിറൽ ഇവിടെ. പിന്നെ ഒരു സാമാന്യ തത്വം പറയുകയാണ്. അപ്പോൾ ഈ മൗണ്ടൻ്റെയും സ്ക്വിറലിൻ്റെയും കഴിവുകൾ വ്യത്യസ്തങ്ങളാണ്. ഈ സ്ക്വിറലിന് തൻ്റെ പിന്നിൽ വലിയൊരു വനത്തെ വഹിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ മൗണ്ടനപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. മൗണ്ടന് തീരെ ചെറിയ ഒരു നട്ട് പോലും, എന്ന് പറഞ്ഞാൽ ഒരു കടലത്തുണ്ട് പോലും, ഒരു കടലക്കഷ്ണം പോലും കടിച്ചു മുറിക്കാനും മൗണ്ടന് പറ്റില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. The poem begins with the speaker describing how a mountain and a squirrel got into an argument. അതായത് പോയം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ മലയും അണ്ണാൻകുഞ്ഞും എങ്ങനെയാണ് ഒരു ആർഗ്യുമെന്റിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം തുടങ്ങുന്നത്. അവർ എന്തിൻ്റെ കാര്യത്തിലാണ് വഴക്ക് തുടങ്ങുന്നത്? സ്ക്വിറലിന് ഈ വനത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാണ് ഒരു വഴക്ക് തുടങ്ങുന്നത്. ഈ പോയത്തിൻ്റെ മുഴുവൻ ഭാഗവും തന്നെ സ്ക്വിറലിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? സ്ക്വിറലിൻ്റെ വാദമാണ് കൂടുതലും. എന്തിനാണ്? എനിക്കും, ഞാൻ ചെറുതാണെങ്കിലും അവിടെ ജീവിക്കാൻ എനിക്കും അവകാശമുണ്ട്, എനിക്കും. One replied, "You are doubtless very big, but all sorts of things and weather must be taken in together to make up a year and a sphere." ഇവിടെ അടുത്ത ലൈൻ. In the fifth line, the speaker uses one to refer to the squirrel. The squirrel starts by acknowledging that the mountain is very big. It has a presence the squirrel cannot deny. Additionally, he adds that you, that is the mountain, are only one of many things which must be taken in together. The squirrel is attempting to set aside their differences. These objects, creatures, and people all make up a year and a sphere. The world is constructed of the good and the bad. Both are equally necessary for life to go on. എന്താണ് അഞ്ചാമത്തെ ലൈൻ തൊട്ട് സ്ക്വിറലിനെ പരാമർശിക്കുന്ന ബൺ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്ക്വിറൽ മൗണ്ടനോട് പറയുകയാണ്, ശരിയാണ് മൗണ്ടൻ, മലയോട് പറയണം, നീ വളരെ വലുതാണ്, എനിക്ക് ഡിനൈ ചെയ്യാനാവാത്ത, നിഷേധിക്കാനാവാത്ത ഒരു സാന്നിധ്യം നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൗണ്ടൻ ഒത്തിരി വലുതാണ് അല്ലേ? അഡീഷണലി ഹി ആഡ്സ് ദാറ്റ് യു, അതായത് മൗണ്ടനോട് പിന്നെയും പറയാണ്, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് എടുത്താലേ നമ്മളെല്ലാം പരിഗണനയിൽ വരുള്ളൂ. മൗണ്ടനും മെനി തിങ്സ് ഉൾപ്പെട്ടതാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പം അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാറ്റിവെക്കാനായിട്ടാണ് ഇവിടെ സ്ക്വിറൽ ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള പല സാധനങ്ങൾ, ജീവികൾ, ആളുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഈ ഭൂമി ഉണ്ടാകുന്നത്, ഒരു വർഷം തന്നെ രൂപപ്പെടുന്നത്. അപ്പം ഈ ലോകം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് അവിടെ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യം. And I think no disgrace to occupying my place, far not so large as you, one not so small as I, and no half so pride. In the next lines, the squirrel lays out his argument. The basis of the quarrel is also revealed here. He does not see anything wrong with his occupying of one place on the mountain. Just as the mountain is large, with a large role to play, the squirrel is small with an equal role to play.
both must exist. അതായത് വീണ്ടും സ്ക്വിറൽ തൻ്റെ വാദം തുടരുകയാണ്. ഈ വഴക്കിൻ്റെ ആധാരം എന്താണ്? അതിവിടെ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് എൻ്റെതായ ഒരു സ്ഥലം ഈ കുന്നിൻ മുകളിൽ, ഈ മലമുകളിൽ കണ്ടെത്തുന്നതിന്, സ്വന്തമാക്കുന്നതിൽ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മല അതിൻ്റെ വലുപ്പത്തോടൊപ്പം വലുതായ ഒരു റോള് മൗണ്ടനുണ്ട്. പക്ഷേ ചെറുതാണെങ്കിലും ഈ അണ്ണാൻ കുഞ്ഞിനും തൻ്റെതായ ഒരു റോള് ചെയ്യാനുണ്ട്. രണ്ട് കൂട്ടരും നിലനിൽക്കണം, എക്സിസ്റ്റ് ചെയ്യണം. In order to come to terms with the mountain, the squirrel lays out their respective advantages and disadvantages. First, that the mountain is much larger than he is, something he accepts as the truth. And the squirrel is much more spry. It can move quickly from place to place in a way the mountain never dreamed of. അതായത് തൻ്റെ ആർഗ്യുമെൻ്റ് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വിറല് വീണ്ടും രണ്ട് കൂട്ടരുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞാൽ എന്നാണെന്നറിയാം അല്ലേ, ഗുണദോഷങ്ങൾ പറയുവാണ് രണ്ട് കൂട്ടരുടെയും. അപ്പോൾ ഈ മൗണ്ടന് ഇവനേക്കാളും സ്ക്വിറലിനേക്കാളും വലുതാണ്. അത് അവന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ സത്യം. പക്ഷേ സ്ക്വിറൽ ഈസ് മച്ച് മോർ സ്പ്രൈ, എനർജറ്റിക്. സ്പ്രൈ എന്ന് പറഞ്ഞാൽ എനർജറ്റിക്. സ്ക്വിറൽ വളരെയധികം ഊർജ്ജസ്വലനാണ്. അവന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റും, ഓടാനും ചാടാനും ഒക്കെ പറ്റും. അത് ഈ മൗണ്ടനെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പോലും. മൗണ്ടന് എന്തെങ്കിലും അനങ്ങാൻ പറ്റുമോ? ഇവിടുന്ന് അങ്ങോട്ട് മാറിയിരിക്കാൻ പറ്റുമോ? നോ. Now I am not denying you make a very pretty squirrel track. Talents differ. All is well and wisely put. If I cannot carry forest on my back, neither can you drag a nut. The squirrel is attempting to appease the mountain while also showing his own advantages. They are equals in the world, if not in size, speed, and abilities. The squirrel makes his case by trying not to offend the mountain because he compliments the mountain, as the mountain is said to be a pretty squirrel track. പറഞ്ഞ എന്താണ്? വീണ്ടും ഈ മൗണ്ടനെ ഒന്ന് പ്രീതിപ്പെടുത്താനും കൂടെ ശ്രമിക്കുവാണ് ഈ സ്ക്വിറൽ. നമ്മൾ രണ്ടു കൂട്ടരും വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിപ്പം, സ്പീഡും കഴിവുകളും ഒക്കെ ഒന്നും നോക്കാതെ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ ഈക്വൽസ് ആണ്, ലോകത്തിൽ തുല്യരാണ്. ഇപ്പോൾ സ്ക്വിറൽ അതിന് ഉദാഹരണം പറയണം. അത് ഉദാഹരണമൊക്കെ പറഞ്ഞല്ലേ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. കൂടുതൽ സ്പ്രൈ ആണെന്ന് പറഞ്ഞു. വലിപ്പം ഉണ്ടെങ്കിലും മൗണ്ടൻ അത്ര സ്പ്രൈ ഒന്നുമില്ല, അവനെ സ്റ്റാറ്റിക് ആയിട്ട് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലിമെൻ്റ് കൊടുക്കുവാണ്, ഒരു നമ്മുടെ മൗണ്ടനെ ഒന്ന് ഒക്കെ പറയുവാണ്, പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയണം. എന്താണ്? മൗണ്ടൻ ഈസ് സെഡ് ടു ബി എ പ്രെറ്റി സ്ക്വിറൽ ട്രാക്ക്. എനിക്ക് നടക്കാൻ നീ വഴിയൊക്കെ തരുന്നുള്ളൂ എന്ന് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒന്ന് അപ്പീസ് ചെയ്യുവാണ്. The mountain is beautiful and a perfect place for a squirrel to roam. He admits that talents are different. The mountain is able to carry forests on its back, but it cannot drag a nut. It is unable to complete such a simple task. The squirrel still holds a grudge against the mountain for its attempt to drive the squirrel from its back. അപ്പോൾ എന്താണ്? മൗണ്ടന് വളരെ മനോഹരിയാണ്, സ്ക്വിറലിന് ഓടിച്ചാടി നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷെ ഹി അഡ്മിറ്റ്സ് ദെയർ ടാലൻസ് ആർ പറയുകയാണ്, ഞങ്ങളുടെ കഴിവുകൾ ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തങ്ങളാണ്. മൗണ്ടന് തൻ്റെ പുറത്ത് വലിയ മലയൊക്കെ വഹിക്കാൻ പറ്റും, പക്ഷെ അതിന് ഒരു ചെറിയ കടലക്കഷ്ണം പോലും കടിക്കാൻ പറ്റില്ല, പൊട്ടിക്കാൻ പറ്റത്തില്ല. അത്ര സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു കാര്യം പോലും മൗണ്ടന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പറയുമ്പം ചെറിയൊരു കളിയാക്കും കൂടെ ഉണ്ടല്ലേ. ചെറുതായിട്ടൊരു ചെറിയൊരു വെറുപ്പ് മൗണ്ടനോടുള്ള ചെറിയൊരു വെറുപ്പ് അവിടെ പ്രകടിപ്പിക്കുവാണ് സ്ക്വിറൽ ചെയ്യുന്നത്. ഇവിടെ വേർഡ് മീനിങ് ഉണ്ട്. ബിഹേവിയർ കൺസിഡേഴ്സ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ടു ബി മോറലി ബെറ്റർ ദാൻ അതർ പീപ്പിൾ. മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അഹങ്കാരി. ഫിയർ ഓഫ് ഡിസ്ഗ്രേസ്, സംതിങ് റിഗാർഡഡ് ആസ് ഷെയ്ംഫുൾ ആൻഡ് അൺഅക്സെപ്റ്റബിൾ. അപമാനം, നാണക്കേട് മലയാളത്തിൽ. സ്പ്രൈ,
active and able to move quickly and energetically. ഉത്സാഹമുള്ള ചുറുചുറുക്കുള്ള എന്നൊക്കെയാണ്. Track, path. Path എന്ന് പറഞ്ഞാൽ അറിയാലോ, വഴി. To crack, to break. Break എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക. The word former means the first one and the word latter means the last one. എന്ന് പറഞ്ഞാൽ former എന്ന് പോയിട്ട് പറയുന്നുണ്ട് അല്ലേ, നിങ്ങൾ പേജ് 75 തേർഡ് ലൈനിൽ. ആൻഡ് ദ ഫോമർ കോൾ ദ ലാറ്റർ. കണ്ടോ, ആ ലൈനിൽ ഫോമർ എന്ന് ലാറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആളെന്ന് അർത്ഥം, ലാറ്റർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ. ആൻഡ് ദ ഫോമർ കോൾ ദ ലാറ്റർ ലിറ്റിൽ പ്രിക്. ഹു ഈസ് ദ ഫോമർ ആൻഡ് ഹു ഈസ് ദ ലാറ്റർ? അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. ദ മൗണ്ടൻ ഈസ് ദ ഫോമർ ആൻഡ് ദ സ്ക്വിറൽ ഈസ് ദ ലാറ്റർ ഇൻ ദ ഫോം. അതായത് ഈ ലൈൻസ് നോക്കിയേ, നിങ്ങൾ പേജ് 75 ലൈൻസ് നോക്കിയേ. മൗണ്ടൻ ആൻഡ് ദ സ്ക്വിറൽ, ആദ്യം ആ ലൈനിൽ പറയുന്ന ആരാണ്? മൗണ്ടൻ. അവസാനം പറയുന്ന സ്ക്വിറലിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് പുസ്തകത്തിൽ ഒരു ലൈൻ കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഫൈൻഡ് ഔട്ട് ദ ലൈൻ ഫ്രം ദ പോം ദാറ്റ് മീൻസ് ദ ഫോളോയിങ്. ദ സ്ക്വിറൽ ഈസ് നോട്ട് ആസ് ബിഗ് ആസ് ദ മൗണ്ടൻ ആൻഡ് ദ മൗണ്ടൻ ഈസ് നോട്ട് ഈവൻ ഹാഫ് ആസ് എനർജറ്റിക് ആസ് ബൺ. അതായത് ഈ ഐഡിയ വരുന്ന ലൈൻ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കും. അതായത് സ്ക്വിറൽ മൗണ്ടന്റെ അത്രയും വലുതല്ലെന്നും മൗണ്ടൻ ബണ്ണിന്റെ അത്രയും എനർജറ്റിക് അല്ലെന്നും പറയുന്ന ലൈൻസ്. If I am not so large as you, you are not so small as I, and not half so spry. Next question. Read the following lines. But all sorts of things and weather must be taken in together to make up a year and a sphere. Why does the poet talk about a year and a sphere? എന്തുകൊണ്ടാണ് ഇവിടെ പോയിട്ട് ഒരു വർഷത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ പറയുന്നത്? The poet talks about a year and a sphere in such a manner because to make a year and a balanced environment for living beings, all types of things and weather are needed. So, the poet wants to mean that all kinds of things are important in the world. ഒരു വർഷം ഫോമാകാൻ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സന്തുലിതാവസ്ഥയിലുള്ള ഒരു പ്രകൃതിയൊക്കെ നമുക്ക് പറയണമെങ്കിൽ എന്താണ്? എല്ലാ ജീവജാലങ്ങളും സാധനങ്ങളും കാലാവസ്ഥയും എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടതാണ്. അപ്പം ഇവിടെ പോയിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ലോകത്തിൽ എല്ലാ കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇവിടെ പോയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. Now let's do activity 3. Take page 78. Read the following lines from the poem. The mountain and the squirrel had a quarrel, and the former called the latter little prick. In the third line, the sound L is repeated in the beginning of the words latter and little. This is an example for alliteration. Look at another example. My love's a red rose. In this example, add sound is repeated 3 times. Now, identify and write down words that are examples for alliteration from the last 4 lines of the poem. Here, it is said that some letters are repeated in some lines. In our poem, here, in this line, 2 letters, latter, little. First letter of latter and first letter of little are the same, L letter. Listen, these 2 words are adjacent. They are close together. They are adjacent words. Look at this example. My love is a red rose. Here, R sound is repeated. Red rose. Okay, let's see what is an alliteration. The repetition of the same consonant letter or sound at the beginning of adjacent or closely connected words. What is meant by alliteration? The repetition of the same consonant letter or sound at the beginning of adjacent
or closely connected words. Let's see the example. The trees sway shyly in the summer breeze. Here, S sound is repeated. This is a consonant, no? You remember what are consonants and vowels? Vowels are A, E, I, O, U. The rest of the letters are called consonants. Here, consonant letter S is repeated here. Sway, shyly, then summer. Peter Piper picked a peck of pickled peppers. Here also, the consonant sound P is repeated many times. Next example. A good cook could cook as much cookies as a good cook who could cook cookies. ഇതൊരു ടങ് ട്വിസ്റ്റർ കൂടെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ടങ് ട്വിസ്റ്റർ എന്താന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ആണിത്. പക്ഷേ നമുക്കിത് അലിട്രേഷൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. കാരണം ഹിയർ സി ലെറ്റർ ഈസ് റിപ്പീറ്റഡ്. ഇത്രയേ ഉള്ളൂ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഓർക്കുക, പോയത്തിലാണ് സാധാരണയായിട്ട് അലിട്രേഷൻ വരാറുള്ളത്. ഒരു ലൈനിൽ സെയിം ലെറ്റർ അടുത്തടുത്ത വാക്കുകളുടെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ പി ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, കണ്ടോ, അടുത്തടുത്ത വാക്കുകളാണ്. അഡ്ജാസെൻറ്റ് അല്ലെങ്കിൽ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന വാക്കുകളാണ്. പീറ്റർ, പൈപ്പർ, പിക്ഡ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസോ പ്രിപ്പോസിഷൻസോ ഒക്കെ വരും. അത് പ്രശ്നമില്ല, അത് നമ്മൾ നോക്കണ്ട. അല്ലാതെ കണ്ടന്റ് വേർഡ്സ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സഹായക്രിയകളോ ക്രിയാപദങ്ങളോ വാക്കുകളോ അങ്ങനെയൊക്കെ വരും. അത് നിങ്ങൾ നോക്കണം. അടുത്തടുത്ത് ഇത്ര ഓർത്താൽ മതി. അടുത്തടുത്തുള്ള വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് അലിട്രേഷൻ. തേർഡ് എക്സാമ്പിൾ. ബ്ലാക്ക് ബഗ് ബീറ്റ് എ ബിഗ് ബ്ലാക്ക് bear. Here again B letter is repeated. Fourth one. Sheep should sleep in a shed. Here S letter is repeated. Sheep should sleep in a shed. Okay, ഇപ്പോൾ അലിട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തടുത്തുള്ള വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ പേജ് 76 എടുക്കുക. ലാസ്റ്റ് സ്റ്റാൻസയിൽ അലിട്രേഷൻ്റെ ഉദാഹരണം വേറെ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ.